സമസ്തല്ലേ ചോദിച്ചിരിക്കുന്നത് കുട്ടികളെ കൊടുക്കാതിരിക്കോ? പക്ഷെ ഈ 40 കോടി ഇങ്ങോട്ടായപ്പോ ചെയ്ത്താന് ഉലുവാൻ പുകച്ച മാതിരി ചാടുന്നു ഓരോരുത്തരും ഇങ്ങനെ പുറത്തേക്ക്. ചെയ്ത്താൻ ഉലുവാൻ പോക്കാന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ. എന്നാ മാതിരി ഇതിങ്ങോട്ട് 40 കോടി ഇങ്ങോട്ട് ആയതോടുകൂടെ ചാടുന്നു. അവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ കണ്ടിട്ടില്ല, മറ്റോടത്ത് കേട്ടിട്ടില്ല. ഞങ്ങളുണ്ടായിരുന്നു മുന്നിൽ, ഇങ്ങളുണ്ടായിരുന്നു മുന്നിൽ, മറ്റോലുണ്ടായിരുന്നു മുന്നിൽ. ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, മറ്റേതായിരുന്നു. എന്തെല്ലാമാണ്, എന്തെല്ലാം ആയിരുന്നു. തീരാതെ കൊടുക്കണ്ട, മറ്റേതാക്കണ്ട, മറിച്ചതാക്കണ്ട, ഞങ്ങൾ തരൂല, ഇന്നെ പരിഗണിച്ചില്ല, ഇന്നെ നോക്കി ചിറിച്ചില്ല, എന്തെല്ലാമായിരുന്നു. തന്നോലെ മുടക്കുക, തരാന്ന് പറഞ്ഞവർക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലില്ലാത്ത ആൾക്കാർ തരാന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് അയച്ചേരാന്ന് പറഞ്ഞ ആൾക്കാരോട് പിന്നെ നിങ്ങളത് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ചില ഇഷ്യൂകളൊക്കെ ഉണ്ടില്ലേ, ആരേത് ഓലൊക്കെ അറിയിച്ചു. എന്നിട്ട് അവിടെ എന്നിട്ട് മുടക്കിയിലേലോ ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ മുണ്ട് പോകൂല, കമ്പിളി പുതപ്പിട്ട് നടക്കേണ്ടി വരും. ഇതൊക്കെ മുണ്ടായിരിക്കണത് ഇതൊക്കെ മട്ടത്തിനങ്ങനെ പോയിക്കോട്ടെ വിചാരിച്ചിട്ടാ. മനസ്സിലായ നിങ്ങൾക്ക്? അത് നല്ല ഓർക്കണം. എന്നിട്ട് ഓരോരുത്തർ ഇപ്പൊ അങ്ങനെ പുറത്ത് ചാടുക, അങ്ങോട്ട് ഇങ്ങോട്ട്. മറ്റേത് ഞാനുണ്ടായിരുന്നു, മറ്റവനുണ്ടായിരുന്നു, മറിച്ചവനുണ്ടായിരുന്നു. ഇത് സയ്യിദുൽ ഉലമ ഓണാക്കിയതാണ്. അതൊന്നും ഓഫാക്കാനുള്ള ആൺകുട്ടികളൊന്നും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് കുത്തിത്തിരിപ്പിന്റെ വോയിസ് ഏതായാലും നിന്നു. എന്നിട്ട് കുത്തിത്തിരിപ്പിന്റെ ടെക്സ്റ്റേറ്റ് വരിക. എന്നിട്ട് അത് ഏറ്റുപിടിച്ചാൽ വേറെ കുറെ ആൾക്കാർ ഇങ്ങള് തല കുത്തി മറിഞ്ഞു 18 അടവും പമ്പരം കറക്കലും ഇങ്ങള് നടത്തിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരും അള്ളാഹുവിനെ പേടിയുള്ള, അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന നല്ല മനസ്സുള്ള ഒരുപാട് സാമ്പത്തികമായ കഴിവുള്ള സമ്പന്നരായ ആളുകളും തഹയ്യയിൽ സയ്യിദുൽ ഉലമ പറഞ്ഞപ്പോ കൂടെ നിന്നിട്ടുണ്ട്. ഞമ്മക്കൊന്നേ പറയാനുള്ളൂ, മൂത്തൂബി ഓയിലിക്കും നല്ല കരിങ്കല്ലെടുത്താണ് കടിച്ചോളി, ഈറൻ പോയിക്കോട്ടെ. ഇതൊക്കെ ആദ്യം ആലോചിച്ചേണ്ടിയിരുന്നു. ഇത് സമസ്തയാണ് പറയണത്. സമസ്ത പറഞ്ഞാൽ നാട്ടുകാർ കൊടുക്കും, നമ്മൾ മുണ്ടാതിരിക്കെങ്കിലും ചിഞ്ചട്ടെ എന്ന് ആദ്യം തോണ്ടിയിരുന്നു. ഇപ്പൊ കോടതി പിരിഞ്ഞതിന് ശേഷം ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ആരൊക്കെ നിങ്ങൾ മുടക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയോ? പ്രൊമോഷൻ ചെയ്യാന്, വീഡിയോ ചെയ്യാന് പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. പലരും അവരുടെ നിസ്സഹായാവസ്ഥ പറയാണ് ചെയ്തത്. പലരും പണ്ട് അണ്ണാച്ചി പറഞ്ഞാൽ ഉള്ളിലുണ്ട് ഷൊൾവാൻ വയ്യാന്ന് പറഞ്ഞമാര് ചെയ്യണമെന്നുണ്ട് കുട്ടികളെ, എന്താ ചെയ്യാന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അത് പലരും. എന്നിട്ട് ഇപ്പൊ അങ്ങനെ ഓരോന്നേറ്റ് ഇറങ്ങിയേക്കണു. ഒറ്റ വർത്താനുള്ളൂ, മൂത്തൂബി ഹൊയലിക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടണ്ട, നമ്മുടെ പ്രവർത്തകരും അതിൻ്റെ പിന്നാലെ കൂടണ്ട. അതൊക്കെ എഴുതി തള്ളി കൂട്ടിക്കളി. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്സത്ത് ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരട്ടെ. സയ്യിദുൽ ഉലമയുടെ കൂടെ അടി ഉറച്ചു നിന്നോളി. അല്ലാഹു തആല ഈ കാലഘട്ടത്തിൽ സമസ്തക്ക് കരിഞ്ഞേകിയ ഒന്നൊന്നര മുത്താണ്. അതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഖായിദു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഖായിദാണ്. അത് നോക്കിയാൽ മതി. എവിടെ ചെന്നാലും ആൾക്കാർ തടിച്ചുകൂടുന്നുണ്ട്, മുടക്കാനൊക്കെ പലരും നോക്കുന്നുണ്ട്. എവിടെ ഇല്ലാത്തത്? ആയിരക്കണക്കിന് ആൾക്കാർ ആ മനുഷ്യൻ വരുമ്പോ അങ്ങനെ ഒരുമിച്ച് കൂടും. എന്താ പറയുക, ഫയൂദഉലഹുൽ ഖബൂൽ, അള്ളാഹ് കൊടുത്ത കബൂലിയത്താ, തഹയ്യ വിജയായി. നിങ്ങൾ കണ്ടോളി, അടുത്ത 2 പ്രോഗ്രാം ഇനി വരാനിരിക്കുന്നു. അത് അതിലേറെ ഉഷാറാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.